ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഡിഫറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നമുക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ഡിഫറൻറ്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ, എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, അവർക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ചിന്തിക്കുന്നുള്ളത്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഫസ്റ്റ് കാർഡ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ദി ടവറിന്റെ എനർജീസ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ, നിങ്ങളുടെ ഈ ഒരു മാരേജ് ലൈഫ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഒരു എനർജി റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവിടെ കറന്റ് ഇവിടെ ഒരു സെപ്പറേഷൻ നടന്നിട്ടുണ്ട്. സെപ്പറേഷൻ മീൻസ് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ്. അതിന് മെയിൻ ആയിട്ട് ഒരു സഡൻ ചേഞ്ചസ് ആണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ളത്. രണ്ടുപേരും സഡൻലി, നിങ്ങൾ രണ്ടുപേരും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വഴക്കും പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ഒരു നിങ്ങളുടെ ഈഗോ കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു, ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ ഇവിടെ സെപ്പറേഷനിലായി പോയി. എനിക്ക് ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള ഈഗോ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ എനർജീസ്, നിങ്ങൾക്കുള്ള ആ ഒരു നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ആ ഒരു എനർജീസ് ഉണ്ടല്ലോ. പലപ്പോഴും റിലേഷൻഷിപ്പിൽ സെൽഫ് റെസ്പെക്ട് എന്ന് ഉദ്ദേശിക്കുന്നുള്ളത് ഈഗോ ആയിരിക്കും. അങ്ങനത്തെ ഒരു എനർജീസ് ഉണ്ടല്ലോ. ഇതിൽ ആർക്കോ ഒരാൾക്ക് ഈഗോ ഉണ്ട്, ആ ഒരു ഈഗോ സെൽഫ് റെസ്പെക്ട് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജിയിൽ നിന്നിട്ട് ഇവിടെ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഈഗോയുടെ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ ഒരാളുടെ ഹേർട്ടിൽ നന്നായിട്ട് അത് കൊണ്ടു, കണക്ഷൻ ബ്രേക്ക് ആയി. ഇപ്പം ഒരു ടവർ മൂവ്മെന്റ് നടന്നിട്ട് ടോട്ടലി കണക്ഷൻ ഫുള്ള് ഒന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കായിട്ട് മാറി. ഇപ്പം ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. എക്സാക്ട് എന്താണ് കണക്ഷനിൽ ഇനി മുന്നോട്ട്, എന്താണ് ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി പ്രസന്റ് മൊമെന്റിൽ എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങൾ ഈ ഒരു റീഡിങ് ഈ ഒരു മൊമെന്റിൽ കാണുന്നുള്ളത്. കാരണം നിങ്ങൾ ഇവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും, നിങ്ങൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഈഗോ ആറ്റിറ്റ്യൂഡ് ആ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടാവില്ല. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം പറഞ്ഞ വാക്കുകൾ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്, കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്, ഹേർട്ട് ആയിട്ടുണ്ട്, സൈലന്റ് ട്രീറ്റ്മെന്റിലുമാണ്. ഇവിടെ ചിലർക്കൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. അതിപ്പോ മേ ബി അത് ഇവരുടെ ഈഗോ ആകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ട്രോമാസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സിറ്റുവേഷൻസ് ആവാം. ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ട് ഈ ഒരു വ്യക്തി ശരിക്കും ബ്രേക്ക് ആയിട്ടുണ്ട്. അത് അതിന് റീസൺ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീസ് ആവാം ഇത്. ജഡ്ജ്മെന്റിന്റെ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ജഡ്ജ്മെന്റിന്റെ കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തി തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കൊക്കെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ചിലർക്കൊക്കെ ഇവിടെ ഫ്രണ്ട്സ് ആയിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, വർക്ക് പ്ലേസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിംഗ്സ് ഒക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഇവിടെ ഒരു നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെപ്പറേഷൻ വന്നിട്ടുണ്ട്, ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതായിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഒട്ടും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് കണക്ഷൻ ഇവിടെ ബ്രേക്ക് ആയി. ഇനി എന്താണ് കണക്ഷനിൽ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സണും ഇല്ല. യൂണിവേഴ്സ് എന്താണോ തീരുമാനിക്കുന്നത്, മുന്നോട്ട് ഇനി എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകാം. ഒരു കംപ്ലീഷന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. എൻഡിങ് ആയി, സംതിങ് എൻഡ് ആണ്, അത് ക്ലോസ്ഡ് ആണ്. ആ ഒരു എനർജി ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ക്ലോസ് ആക്കി വെച്ചേക്കാണ്. അതിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഇല്ല. പക്ഷെ ഹോപ്പ് ഉണ്ട്. ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ദൈവത്തിലാണ്. ദൈവം എന്ത് തീരുമാനിക്കുന്നോ അത് നടക്കട്ടെ, അതുപോലെ ആ ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഈ ഒരു കണക്ഷനിൽ. എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ. പൊതുവെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എഫോർട്ടും കാര്യങ്ങളും ഒന്നും എടുക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനെ, ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഈ ഒരു കണക്ഷനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ എല്ലാത്തിനും എഫോർട്ട് ബേസ് ആണ്. എഫോർട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താ പറയാ, ഒരു റീകൺസിലേഷൻ വേണം, അല്ലെ കണക്ഷൻ ഒന്ന് ഓക്കെ ആവണം, എല്ലാം എനർജിയും ചേഞ്ച് ആവണം എന്നുള്ള ഒരു എനർജിയിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫോർട്ട് എടുക്കുകയും വേണം. ഒരു കണക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇമ്പോർട്ടന്റ്. പക്ഷെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ചിലരൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ നോക്കുന്നത്. ആളുടെ മനസ്സിൽ എന്താണ്, ചിലരിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്ട് ഇല്ലായിരിക്കും. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല.
തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്നതിലും ക്ലാരിറ്റി ഇല്ല. അപ്പം ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളെ ചൂസ് ചെയ്യാനാണ് പോകുന്നുള്ളത്. കാരണം ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, നിങ്ങളോട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇയാളുടെ ഈഗോ ആയിരിക്കാം, ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് വലിപ്പിക്കുന്നുള്ളത്. ആ ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവർ ഒത്തിരിയധികം ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്. ഇവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്കുള്ളത്. നിങ്ങൾ ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നു, റിലേഷൻഷിപ്പ് ഓൾറെഡി ഉണ്ട്, പക്ഷെ പുതിയൊരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു, അയാളെ കുറിച്ചിട്ട് അറിയാനാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ മാരി ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അല്ലെ നിങ്ങളുമായിട്ട് സ്റ്റെബിലിറ്റി, ഇത് ഇവിടെ പ്രപ്പോസലാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അവർക്ക് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്നതിനോടോ അല്ലെങ്കിൽ ടൈം പാസ് ചെയ്യുന്നതിനോടോ താല്പര്യം ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രപ്പോസൽ ചോദിച്ചിട്ടുണ്ടാവും, എനിക്ക് ഇവിടെ മാരി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇവനെ മാരി ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു ഇന്റൻഷൻ കൊണ്ടാണ് ഈ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ആയിട്ടുള്ളത്. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ റീഡിങ്സ് ഒക്കെ എടുത്തു നോക്കുക കേട്ടോ, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ പറയാറുണ്ട് പലരും ഇവിടെ മാമിന്റെ റീഡിങ്സ് ഒക്കെ 100% എനിക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഓരോ റീഡിങ്സും ഒരു 90% ഒക്കെ മാത്രമല്ല, ഒരു 50% മാത്രമായിരിക്കും എല്ലാവർക്കും റെസനേറ്റ് ആവുന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചാനൽ ഡെയിലി കാണുന്നത് കൊണ്ടാവാം ആ ഒരു എനർജി തന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ആയിട്ട് ഫുൾ കണക്ട് ആവാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഐ തിങ്ക് ഫോർ സം ഓഫ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും സെയിം ജെൻഡർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇതിലൊരു ഫെമിനിൻ ഒരു മസ്കുലൻ എനർജീസ് ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെന്ന് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടാവാം. അത് ഓൾറെഡി ഒരാൾ സ്പിരിച്വൽ ആണ്, ഒരാൾ സ്പിരിച്വൽ അല്ല. പക്ഷെ ആ ഒരു സ്പിരിച്വൽ ആയ വ്യക്തിക്ക് അറിയാം ഈ ഒരു കണക്ഷൻ സംതിങ് ഡിവൈൻ കണക്ഷൻ ആണ്, ഞങ്ങൾ രണ്ടുപേരും രണ്ട് ശരീരമാണെന്ന് പറഞ്ഞാലും ഒരു ആത്മാവാണ് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി ഇട്ട് കളയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ന്യൂ റീസ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം പോയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ഈ ഒരു കണക്ഷനിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കണക്ഷൻ എപ്പോഴും എന്താ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ ഭയങ്കര ഫയറി ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭയങ്കര ഒരു ഇന്റിമസി, കുറച്ച് നാളെ നിങ്ങൾ പരിചയത്തിലുള്ളെങ്കിൽ പോലും ഇവിടെ ഒരു വല്ലാത്തൊരു ഇന്റിമസി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ട്. നമുക്കതിവിടെ കാണാൻ പറ്റും. ചിലർക്കൊക്കെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് 6 months ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ചിലർക്കൊക്കെ ഇവിടെ സെപ്പറേഷൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ 1 വർഷവും അതുപോലെ തന്നെ 4 മാസവും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരുന്നിട്ടുണ്ടാവും. ഇത്രയും ലാഗാണ് ഇവിടെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. ആ ഒരു ഹോപ്പിന്റെ ബേസിലാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ടാരോട്ട് കാർഡ് റീഡിങ്സ് കാണുന്നുള്ളത്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു സെപ്പറേഷനിലുള്ള ആളുകൾ ഈ റീഡിങ് കാണുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കെയറിങ്ങും ലവും ഒന്നും നിങ്ങൾക്ക് മറന്നു പോകാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. ട്വിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ സൈൻ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇതുവരെയുള്ള എനർജീസിൽ ഫയർ സൈൻ ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ജെമിനൈ, ലിബ്ര, അക്വേരിയസ് ബോട്ടം എനർജീസിൽ. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിക്ക് ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, സിറ്റുവേഷൻഷിപ്പ് ആയിക്കോട്ടെ, പേഴ്സൺ ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. അതിന് നിങ്ങളുടെ അടുത്ത് വന്ന ആ ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി മേ ബി പൈസയ്ക്കുള്ളതായിരിക്കാം. ഫാമിലിയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫാമിലി കൊണ്ട് യൂസ് ഉണ്ടല്ലോ. ലൈക്ക് ഫാമിലി ആണല്ലോ ഒരാളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യവും എന്ന് പറയുന്നത്. ഇപ്പൊ എത്രയൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും മാരിറ്റൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താലും ഏറ്റവും ലാസ്റ്റ് ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ അങ്ങ് നെഗറ്റീവ് പറയല്ല, അങ്ങനത്തെ ഒരു എനർജീസ് ആണ്. അതാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു കാര്യവും. അപ്പം ഇത് ഈ ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം. റിലേഷൻഷിപ്പ് അധികം കാലം കൊണ്ടുപോയി നടക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ലൈഫ് ലോങ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഫസ്റ്റ് ഫാമിലിയോ ഉണ്ടാവുള്ളൂ. ആ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. ആ ഒരു റിയലൈസേഷൻ കൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു ടൈമിൽ ഇട്ടിട്ട് പോയതും ഫാമിലിയോട് കൂടെ കണക്റ്റഡ് ആയതും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആയത്. കാരണം അവിടെ നല്ല രീതിക്ക് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു വ്യക്തിയുടെ.
നൈറ്റ് ഓഫ് സോട്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഏതോ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഫ്യൂച്ചർ ഇല്ല എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവർ ഒത്തിരി അധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സിലൊക്കെ എപ്പോഴും നിങ്ങൾ മാത്രമാണുള്ളത്. 24/7 ഇവർ നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ് കാണുന്നുള്ളത്. ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾ അധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നില്ലാത്തൊരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം റീസെന്റ് ആയിട്ട് ഇവരുടെ ലൈഫിൽ കാണാൻ നിങ്ങളുടെ ഇടയ്ക്ക് പുതിയൊരു പേഴ്സൺ എൻട്രി ചെയ്തിട്ടുണ്ടാവാം. അതിനെ ചൊല്ലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോ കോണ്ടാക്ട് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വന്നും പോയി നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ചിലർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു കോ ഡിപ്പെൻഡൻസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരില്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു എനർജി ഉണ്ട്. ആ ഒരു എനർജി, അങ്ങനെയുള്ള എനർജീസ്, ആ ഒരു കോ ഡിപ്പെൻഡൻസി റിലീസ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ള ഒരു എനർജിയിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിനും ഒരു വ്യക്തിയെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ലൈഫിൽ നിൽക്കാനാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, വെക്കിയിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നും അധികം കാലം നിൽക്കുന്നുണ്ടാവില്ല, പോകുന്നുണ്ടാവും. സോ അപ്പം ജെനുവിൻ ആയിട്ട് അത് നിൽക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കാൻ അനുവദിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡിറ്റാച്ച്മെന്റിന്റെ എനർജിയിലേക്ക് വരിക. പതിയെ ഒരാളെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഡിറ്റാച്ച്മെന്റ് ആവത്തില്ല. ഞാൻ എപ്പോഴും ഇത് പറയുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്ത് ഞാൻ റീഡിങ് വിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ആവാൻ ശ്രമിക്കുക. പതിയെ പെട്ടെന്നൊന്നും ഒരിക്കലും പറ്റത്തില്ല. അത് ചിലർക്കൊക്കെ കുറെ വർഷങ്ങൾ എടുക്കാം, ചിലർക്ക് മാസങ്ങൾ എടുക്കാം, ചിലർക്ക് ആഴ്ചകൾ എടുക്കാം, ഡേയ്സ് എടുക്കാം ചിലർക്കൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടർ, അവരുടെ ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് അനുസരിച്ചിട്ടായിരിക്കും. എല്ലാരും സ്നേഹിക്കുന്ന രീതിക്ക് വേറെ വഴികളുണ്ടല്ലോ. സോ അങ്ങനെ ഓക്കെ. സോ ഇവിടെ കിങ് ഓഫ് സോഡ്സിന്റെ എനർജീസ് ആണ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ആണ്. ഇവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ നിങ്ങളോട് സ്നേഹം കാണിക്കാത്തതും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാതിരിക്കുന്നുള്ളതും. ഒരു ക്ലാരിറ്റി ഇയാൾക്കില്ലെങ്കിൽ പിന്നെ ഇയാൾ നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി തരാനാണ്? പക്ഷെ ഇവർക്ക് ഹോപ്പ് ഉണ്ട്, സിറ്റുവേഷൻസിൽ ഹോപ്പ് ഉണ്ട്. ഇവിടെ ഈ ഒരു കണക്ഷൻ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാകും, എന്തെങ്കിലും ഒരു മിറാക്കിൾസ് സംഭവിക്കും എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. മുകളിലേക്കാണ് ഹോപ്പ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലാണ് ഹോപ്പ് ഉള്ളത്. ദൈവം എന്തെങ്കിലും മിറാക്കിൾസ് ചെയ്യട്ടെ. ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ലൈഫിലുള്ള ഏത് സിറ്റുവേഷൻസ്, ഫാമിലി ലൈഫിലുള്ള അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഇത് പോകും. നല്ല ടൈം വരും എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത് ഇവിടെ. ഓക്കെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു പേഴ്സൺ എൻട്രി ചെയ്തപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ട് ഗോഡിന്. ദൈവമേ, ഓൾറെഡി എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ആണെന്ന് വിചാരിച്ചു, അയാൾ എന്നെ പറ്റിച്ചിട്ടും പോയി. ഇനിയിപ്പോ ഈ ഒരു കണക്ഷൻ ദയവ് ചെയ്ത് എനിക്ക് ബ്രേക്ക് ആവാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കരുതേ എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടാവും എന്നും ഈ ഒരു ന്യൂ പേഴ്സണിന് വേണ്ടിയിട്ട്. ഓൾറെഡി ഇവർ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതിലൊരു ട്രസ്റ്റ് ഇല്ലായിരിക്കും. കാരണം പലപ്പോഴും കണക്ഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു എനർജി. സോ ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഡൗൺ ആണ് ടോട്ടലി. ഓക്കെ. പക്ഷെ ഇവിടെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ആയിരിക്കാം ചിലരൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യില്ല, സോൾമേറ്റിനെ ആയിരിക്കാം നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സ്പിരിച്വൽ കണക്ഷനും, ചിലർക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, നല്ലൊരു ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലർക്കൊക്കെ സോൾമേറ്റ് ആണ്. ഇവിടെ ഒരു ആക്ഷൻ എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചേഞ്ചസ് ഉണ്ട്, പക്ഷെ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ എങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ വരാൻ പോകുന്നുള്ളത്. അതിപ്പം എന്താണെങ്കിലും അതിനിപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ മാറ്റിമറിക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിന് വിഡ്രോ ആവാനായിട്ടോ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി. അതിന് യൂണിവേഴ്സ് വിചാരിക്കണം. പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചില കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷന്റെ മീനിങ് എന്താണ്? നമുക്ക് ചില കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ എടുക്കാൻ പറ്റുന്നുണ്ടാവും. കാരണം ഓൾറെഡി ദൈവം നമ്മളുടെ തലയിൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ദൈവം തരാറുണ്ട്, നമ്മുടെ ആത്മാർത്ഥത അനുസരിച്ചിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആത്മാർത്ഥത അനുസരിച്ചിട്ട്. ആളെ ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് തരും. കാരണം ദൈവം ഒരിക്കലും നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പം ലൈഫിൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അതെനിക്ക് ചേർന്നതല്ല, അതുകൊണ്ടാണ് ദൈവം അതെടുത്ത് മാറ്റിയിട്ടുള്ളത്. പക്ഷെ പലരും അതങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. ഓൾറെഡി ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്നുള്ളത്. അപ്പം
നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ലൈഫിൽ നിന്ന് പോകുമ്പോൾ കാലും കൈ പിടിച്ച് അവരെ വെക്കാതിരിക്കുക, അവരെ പറഞ്ഞു വിടുക. ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ഹാപ്പിനെസ് വരുന്നുണ്ടാവും. നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ബ്ലെസ്സിങ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും നെഗറ്റിവിറ്റീസ് അല്ലെ ബ്ലോക്കേജസ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് തന്നെയാണ്. കാരണം ചില നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആയാൽ പോലും നമുക്ക് നെഗറ്റിവിറ്റി വരാറുണ്ട്. സോ അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ ദൂരെ വെക്കുമ്പോഴേക്കും ഈവലൈസും അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജീസും ഒക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് റിലീസ് ആകുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു മെന്റൽ പീസ് തോന്നി തുടങ്ങും. പിന്നെ നിങ്ങളുടെ കണക്ഷനിലും ചുറ്റുമുള്ള ബന്ധങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജി എന്ന് പറഞ്ഞോളെ ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു സൺറൈസ് ചെയ്യണം, ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മേ ബി ചിലർക്കൊക്കെ ഇവിടെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷൻ തന്നെ ആയിരിക്കും. പെട്ടെന്നായിരിക്കും ഇയാൾ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. സഡൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആയിരിക്കാം. പക്ഷെ ഇയാളുടെ എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇയാൾ റിട്ടേൺ വരും തന്നെയാണ്. റിട്ടേൺ വരും, പക്ഷെ അതൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിംഗിൽ ഇയാൾ റിട്ടേൺ വരുള്ളൂ. അതുവരെ നിങ്ങൾ എന്തോരെ കരഞ്ഞാലും കാല് പിടിച്ചാലും ഒരു വ്യക്തി റിട്ടേൺ വരില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളയാതിരിക്കുക കാലും കൈയും പിടിച്ച്. ഒരാളെ നമുക്ക് ലൈഫിൽ കുറെ നാൾ പിടിച്ചു വെക്കാനായിട്ട് ഒക്കെയില്ല. കൊണ്ടുവന്ന് കരഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നാൽ എത്ര കാലം നിൽക്കുന്നുണ്ടാവും. ആത്മാർത്ഥതയാണ് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്. ആത്മാർത്ഥത ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കണക്ഷനും നിലനിൽക്കുന്നുണ്ടാവില്ല. കിങ് ഓഫ് സോർട്സിന്റെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാണുന്നത്. കാരണം ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ഭയങ്കരമായിട്ടും റൂഡായിട്ടായിരിക്കാം, റഫ് ആൻഡ് ടഫ് ആയിട്ടായിരിക്കാം നിങ്ങളോട്ട് ബിഹേവ് ചെയ്യുന്നത്. അത് ഇവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇവർക്കും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഒരാൾ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളതാണ്. അപ്പം വെറുതെ പോയിട്ട് വാല്യൂ കളയാതിരിക്കുക കേട്ടോ. ചിലരെങ്കിലും കാലും കൈയൊക്കെ പിടിച്ച് നിങ്ങൾ പോയിട്ടുണ്ടാവും. കാരണം ഇതിൽ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ബാക്കി ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്, നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. ഇവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്കായിട്ട് നിൽക്കുക, ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ടോട്ടലി സ്റ്റക്കാണ്. ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവും മേ ബി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ. എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കണം ഇവർ മൂവ് ചെയ്യുന്നത്. Assertive, it's up to you. Opportunity. Meditations bring answers and within the next few weeks. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണ്ടത്, ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുതരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ഒരു ഗൈഡൻസ്, ഏഞ്ചൽ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുള്ളത്. കാരണം ഐ തിങ്ക് എന്തോ കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അല്ലെങ്കിൽ ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാരിറ്റി തരും. ഈ ഒരു വ്യക്തി റിട്ടേൺ വരുമ്പോൾ ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയും തിരിച്ചു വരുന്നുണ്ടാവും. ആ ടൈമിൽ എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് അപ് ടു യു എന്നുള്ളൊരു എനർജീസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ പേഴ്സണെ ചൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പഴയ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരിക്കലും ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടല്ല, അയാൾ ജസ്റ്റ് വരും എന്നുള്ളൊരു എനർജി ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ ആയിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളെ ഡയറക്റ്റ് മാരി ചെയ്യണം എന്നുള്ളൊരു എനർജി തന്നെയായിരിക്കും വരുന്നുള്ളത്. ഇത്രയും മാത്രം ഓർക്കുക കേട്ടോ. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ ടോൺ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എടുക്കുന്ന പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.